ഗൈസ് വെൽക്കം ബാക്ക്. സോ ഇത് നമ്മൾ ഡേ 2 ഇൻ ട്രിവാൻഡ്രമാണ്. സോ നിങ്ങളുടെ ഡേ 1 കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യാപ്പൂനെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ബിക്കോസ് അവൾ വൈകുന്നേരത്തെ വന്ദേ ഭാരതിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അമ്മേൻ്റെയും അച്ഛൻ്റെയും കൂടെയാണ് വന്നത്. അപ്പം രാത്രി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഒരു 12 o'clock ലൈറ്റായിരുന്നു എത്തുമ്പം. അപ്പം ഞാൻ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. സോ നമ്മളെല്ലാവരും, ഞാനും ഡിംപിളും ഈ അപ്പു മാത്രമാണ് ഈ ഒരു വില്ലയിലുള്ളത്. അത് കഴിഞ്ഞിട്ട് അമ്മയും അച്ഛനൊക്കെ വേറെ റൂമിലാണ്. അപ്പം നമ്മൾ ഫ്രഷായിട്ട് റെഡി ആയിട്ടുണ്ട്. ഏകദേശം 8 മണിയാണ് ടൈം ആയിട്ടുള്ളത്. ബിക്കോസ് വെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പ്രാക്ടീസും കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഇത്ര നേരത്തെ പോരാ, പക്ഷേ ദൂരെ നിന്നുള്ള കുട്ടികളായതുകൊണ്ട് എല്ലാവർക്കും എത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഏകദേശം ഈ ഒരു ടൈം ആക്കിയത്. അങ്ങനെ അമ്മേൻ്റെ അടുത്ത് ബായ് പറയാൻ വേണ്ടിയിട്ട് യാപ്പ് പോകാൻ. യാപ്പിന് ചെറുതായിട്ട് പനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ അടുത്ത് റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞിട്ട് അവൾ ഒട്ടും റെഡിയല്ല, അവൾക്ക് ഞങ്ങളെ കൂടെ തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് ചാടി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അമ്മയൊക്കെ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ അങ്ങോട്ടേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് അവരുടെ അടുത്ത് ആ സമയമാകുമ്പം അപ്പനെ ഏൽപ്പിക്കുക എന്നുള്ളൊരു ഇതിലാണ്. നമ്മൾ പിക്കപ്പിനുള്ള വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ റെഡിയായിന്ന് വിളിച്ചു പറയുമ്പം അവരുടെ ടീം തന്നെ അയക്കുന്നതാണ്, പിക്കപ്പും ഡ്രോപ്പും എല്ലാം. സോ ഇതാ നമ്മളുടെ സുജുവേട്ടൻ എന്നാണ് ഏട്ടൻ്റെ പേര്. അപ്പോൾ അവരാണ് പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മളുടെ KCV കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. എന്താ പറയുക, റിസോർട്ട് പോലത്തെ ഒരു സ്ഥലം. റിസോർട്ടാണോ എന്ന് വെച്ചാൽ ആണ്, പാർക്കാണോ എന്ന് വെച്ചാൽ ആണ്, എല്ലാം കൂടെ ഉൾപ്പെട്ടിട്ടുള്ള നമ്മൾ ഭയങ്കര റിലാക്സിങ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. മോർ ദാൻ വർക്ക് ചെയ്യുന്നതിനെക്കാട്ട് കൂടുതൽ എനിക്ക് ഇവിടുത്തെ ഒരു ആംബിയൻസും എല്ലാം ഭയങ്കര രസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് 2 ദിവസമൊന്നും മതിയായിട്ടില്ല. പിന്നെ പെട്ടെന്ന് തിരിച്ചു വരേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് ഒത്തിരി ദിവസം അധികം നിൽക്കാതെ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. കുറച്ചും കൂടെ ദിവസം അവിടെ സ്പെൻഡ് ചെയ്യായിരുന്നു എന്നുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞിട്ടില്ല അവിടുത്തെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളും അവിടുത്തെ എന്താ പറയുക സ്റ്റോൾസും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. നമുക്കൊന്നിനും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരു ദിവസം മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് പോകണം എന്നൊരു പ്ലാൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇഡ്ഡലി, സാമ്പാർ, ചട്നി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് തന്നെ സെഷൻ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കുട്ടികളൊന്നും എത്തിയിട്ടില്ല. ദൂരെ എന്നുള്ള കുട്ടികളായതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ ലേറ്റ് ആയിരുന്നു. സോ നമുക്ക് അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും ഡീറ്റെയിൽസും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. സോ അതൊക്കെ നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് എഴുതുമായിരുന്നു. അത് കുറച്ച് നേരം തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 9:30 ഒക്കെ ആയി നമ്മളുടെ സെഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. കുട്ടികളെല്ലാവരും എത്തി എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ. അതുവരെ നമുക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. All little bit briefing. We'll start from there so you understand. Basically, we're gonna just follow very basic walk. This is fashion show. ഇന്ത്യൻ മോഡൽസും ഇൻ്റർനാഷണൽ മോഡൽസും അടക്കം 105 മോഡൽസ് ഉണ്ടായിരുന്നു. 22ഓളം ഡിസൈനേഴ്സാണ് ഉണ്ടായിരുന്നത്. സോ നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ പ്രകാരം അവർ തന്നെയാണ് മോഡൽസിനൊക്കെ സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സോ ഇവിടുത്തെ ബ്രീഫിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ആംഫി തിയേറ്ററിലുള്ള ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത്. അതൊരു ഓപ്പൺ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ വെയിലുണ്ടാകുമ്പം ഒത്തിരി നേരം പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. സോ വെറും 4 hours കൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് കൊറിയോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ റാമ്പ് ഇല്ലാതെ എന്തായാലും റിഹേഴ്സൽസ് നടക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നമുള്ളത്. അല്ലെങ്കിൽ നമുക്കിപ്പം നമ്മൾ ബ്രീഫ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റേജ് തന്നെ യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ അവിടെ റാമ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്റ്റേജാണ് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുൾ പ്രാക്ടീസും ഈ ഓൺ സ്റ്റേജ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കുറച്ച് ഉള്ള വെച്ചിട്ടാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് മോഡൽസിലുണ്ട്. എല്ലാവരെയും ഒരേ ടൈമിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാം. ജസ്റ്റ് ഫോർ 2 days എന്ന് പറയുന്നത് നോട്ട് ഈസി. നമ്മളിപ്പോൾ ഒരു 1 week ഒക്കെ നിൽക്കുവാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി പറഞ്ഞു കൊടുത്തിട്ട് നെക്സ്റ്റ് ഡേ തൊട്ട് അവർ കറക്റ്റായിട്ട് വരും. പക്ഷേ ഇത് ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് നമ്മളുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പ്രാക്ടീസിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതാണ് അതിൻ്റെ ഒരു ഫുൾ എന്താ പറയുക വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. കിഡിലാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഞാനൊന്നും പറയേണ്ട ആവശ്യം പോലും ഇല്ല. വെയിലത്ത് നിന്ന് നല്ലതായിട്ട് ടയർഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓടിപ്പോയിട്ട് അവിടെ നിന്ന് ഒരു പെപ്സി എടുത്ത് കുടിക്കാനാണ് തോന്നിയത്. നല്ല ചിൽഡായിട്ടുള്ളൊരു പെപ്സി എടുത്ത് കുടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ലഞ്ചും കഴിച്ചിട്ടുണ്ട്. ലഞ്ചിന് പല തരത്തിലുള്ള ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താ ഭയങ്കര ടയർഡായി കഴിഞ്ഞാൽ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ചിക്കൻ സൂപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് റൈസും ചിക്കൻ കറിയും, പിന്നെ ഒരു സ്റ്റാർട്ടർ പോലെ ഒരു സമൂസ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് ഞാൻ തോരനും എടുത്തിട്ടുണ്ട്, ഒരു പപ്പടം യാപ്പുന് വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്, പക്ഷെ അവൾ കഴിച്ചിട്ടൊന്നുമില്ല. പ്ലസ്സായിട്ട് കട്ട് ഫ്രൂട്ട്സും പിന്നെ ഗുലാബ് ജാമുനും ഉണ്ടായി. കട്ട് ഫ്രൂട്ട്സ് യാപ്പു എടുത്തതാണ്, ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ ഫ്രഷ് ജ്യൂസായിട്ട് പൈനാപ്പിൾ ജ്യൂസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷായി റെസ്റ്റ് എടുത്ത് 3:00 3:30 ഒക്കെ ആയപ്പോഴാണ് എത്തിയത്, വെയിലൊക്കെ ഒന്ന് താഴാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഡിംപിൾ ജസ്റ്റ് ഡ്രസ്സ് മാറിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ 2 ഡ്രസ്സായിട്ട് നിങ്ങൾ കാണുന്നത്. വീഡിയോസ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സായി പോയിട്ടുണ്ടോ എന്നൊരു ചെറിയ ഡൗട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനൽ റിഹേഴ്സൽസ് എല്ലാം ചെയ്തു. എല്ലാ കുട്ടികളും അപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. റിഹേഴ്സൽസ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം സൈഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും കഴിക്കാനും വേണ്ട, ഒന്നും ചെയ്യാനും വേണ്ട. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു വാട്ടർമെലൺ ജ്യൂസ് മാത്രം കുടിച്ചു. ഫുഡൊന്നും കഴിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ ഷെഫ് പാവം നല്ലൊരു ഷെഫാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ ആൾ പറഞ്ഞു എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചപ്പാത്തിയും ചിക്കൻ ചില്ലിയും പാർസൽ ചെയ്ത് തന്നു. റൂമിലെത്തിയിട്ട് ഫ്രഷായിട്ട് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നല്ല കിട്ടില്ല ടേസ്റ്റായിരുന്നു. ഡിംപിൾ കഴിച്ചില്ല, ഭയങ്കര ടയർഡായതുകൊണ്ട് ആൾ പറഞ്ഞു എനിക്ക് ഇനിയൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് മാത്രം കുടിച്ചിട്ട് പോയി കിടന്നു. ഞാൻ ചപ്പാത്തിയും ആ ചിക്കൻ ചില്ലിയും ഒക്കെ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ നല്ല ടയർഡായതുകൊണ്ട് ഞങ്ങൾ അധികം കറങ്ങാനൊന്നും നിന്നില്ല, നേരെ റൂമിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയും അച്ഛനും സിസ്റ്ററും മോനും ഒക്കെ അവർ പുറത്ത് പോയി ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കട്ടൻ ചായയും ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് യാപ്പിന് കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് സെറ്റാക്കി കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷം. ബൈ.